ബിഗ് ബോസ് സീസൺ 6 12-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒട്ടും ആക്റ്റീവ് അല്ലാത്ത പവർ ടീമിനെ മാറ്റാനുള്ള ടാസ്കും ജയിൽ നോമിനേഷനുമെല്ലാം ചേർന്നതാണ് ഈ എപ്പിസോഡ്. മാത്രമല്ല ചെറിയ ചെറിയ പൊട്ടിത്തെറികളും ഇതിനിടയിൽ ഹൗസിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ വളരെ മൂഡ് ഓഫ് ആയ ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഹൗസിൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരുന്ന അർജുനെ കുറിച്ച് ആക്റ്റീവായി ഈ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഗബ്രി ജാസ്മിൻ കോംബോ അത്ര പവറോടെ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചില്ല. ഗബ്രിയിൽ നിന്നും ഒരകലം പാലിച്ചാണ് ജാസ്മിൻ ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല മുൻപത്തേതിൽ നിന്നും വളരെ ശാന്തയായിട്ടായിരുന്നു ജാസ്മിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കോംബോയ്ക്ക് പുറത്ത് ഹേറ്റേഴ്സ് ആണ് കൂടുതലെന്ന് ഉപ്പയുടെ കോളിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ജാസ്മിൻ കളി മൊത്തത്തിൽ മാറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ള മത്സരാർത്ഥിയാണ് റോക്കി. 2 ദിവസത്തേക്ക് തന്നെ ഒന്നിലും വലിച്ചിടാതെ വെറുതെ വിടണമെന്ന അഭ്യർത്ഥനയുമായി ജാസ്മിൻ റോക്കിയുടെ അടുത്തെത്തി. ഒരു 2 ദിവസത്തേക്ക് നീ എന്നെ വെറുതെ വിടണം, എന്റെ റിക്വസ്റ്റായി എടുത്താൽ മതി, ഇതെന്റെ ഗെയിമായോ മറ്റൊന്നുമായോ എടുക്കരുത്, കൈകൂപ്പി പറയുവാണ്, ഒരു പ്രശ്നത്തിനും ഞാൻ നിന്റെ അടുത്ത് വരില്ല എന്നാണ് ജാസ്മിൻ റോക്കിയോട് പറഞ്ഞത്. കൂടാതെ പവർ ടീമിനെ മാറ്റാനുള്ള ഒരു ടാസ്കും ബിഗ് ബോസ് കൊടുത്തിരുന്നു. ആ ടാസ്കിൽ ജിൻഡോയുടെ ടീമാണ് വിജയിച്ചത്. ജിൻഡോ, നിഷാന, രസ്മിൻ ഭായ് എന്നിവരാണ് വിജയിച്ച ടീമിലുണ്ടായിരുന്നത്. ടാസ്ക് വിജയിച്ചതോടെ യമുന റാണി അടക്കമുള്ള പവർ ടീമിലെ അംഗങ്ങൾ മാറി ഇനി ജിൻഡോയും രസ്മിൻ ഭായും നിഷാനയും അടങ്ങുന്ന പുതിയ പവർ ടീം അംഗങ്ങൾ അടുത്ത ദിവസം നിലവിൽ വരും. ഇതിനു പുറമെ കഴിഞ്ഞ എപ്പിസോഡിൽ ജയിൽ നോമിനേഷനും നടന്നു. പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷനിലൂടെ അർജുനും 4 വോട്ടുകളോടെ നിഷാനയും ജയിലിൽ പോകാൻ സഹ മത്സരാർത്ഥികൾ സെലക്ട് ചെയ്തു. കൂടാതെ എന്റെ കഥ എന്ന ഭാഗത്തിൽ ഇത്തവണ തന്റെ ജീവിതകഥ പറഞ്ഞത് അർജുനും ജാസ്മിനുമാണ്. 50 ലക്ഷത്തോളം വരുന്ന ഉപ്പയുടെ കടങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിയതിനെ കുറിച്ചടക്കം ജാസ്മിൻ വിവരിച്ചു. താൻ 9 വയസ്സ് വരെ ഒറ്റ മോളായാണ് വളർന്നതെന്നും തന്റെ അത്ത ഭയങ്കര പാവമാണ് എന്നും താൻ എന്ത് തോന്നിവാസം ചെയ്താലും ചെയ്തു എന്നുള്ള മൈൻഡ് സെറ്റ് ആണ് എന്നും എല്ലാത്തിനും തന്റെ കൂടെ സപ്പോർട്ടായി നിൽക്കുമെന്നും ജാസ്മിൻ തന്റെ ഉപ്പയെ പറ്റി പറയുന്നുണ്ട്. തന്റെ നാട്ടിൽ കലിപ്പ് കാണിച്ച് നടക്കുന്ന ഒരാളാണ് തന്റെ അത്ത. അത്ത ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ തനിക്ക് കലി വരുമെന്നും അത്ത തന്നെ അടിക്കാറോ വഴക്കു പറയാറോ ഇല്ലെന്നും മാത്രമല്ല ഉമ്മയുമായി തനിക്ക് വലിയ ടച്ചില്ല എന്നുമൊക്കെ തന്റെ കഥ വിവരിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാൽ ചികിത്സയില്ലാത്ത തന്റെ രോഗാവസ്ഥയെ കുറിച്ചാണ് അർജുൻ സംസാരിച്ചത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് തന്റെ അപ്പനും അമ്മയുമാണ് എന്നും താൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തടിയുള്ള കുട്ടിയായിരുന്നു എന്നും അർജുൻ പറയുന്നുണ്ട്. മാത്രമല്ല താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന രോഗാവസ്ഥയിൽ നിന്നും കരകയറിയതിനെ കുറിച്ചുമെല്ലാം അർജുൻ സംസാരിച്ചു. അമ്മ തന്നെ 13-ാം വയസ്സിൽ ജിമ്മിൽ ചേർത്തുവെന്നും 10ാം ക്ലാസ് മുതൽ ബോഡി ബിൽഡിംഗ് ചെയ്തു തുടങ്ങിയെന്നും 15-ാം വയസ്സിൽ മിസ്റ്റർ കോട്ടയമായി എന്നും പിന്നീട് മോഡലിംഗിലേക്ക് തിരിഞ്ഞുവെന്നും ഒക്കെ അർജുൻ തന്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ വഴക്കോ കയ്യാങ്കളികളോ ഒന്നുമില്ലാത്ത ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെയായാണ് കഴിഞ്ഞ എപ്പിസോഡ് മുന്നോട്ട് പോയത്.